വളരെ പ്രധാനപ്പെട്ട അടുത്ത വാർത്തയിലേക്ക്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. നവംബർ 6-നും 11-നും 2 ഘട്ടമായാണ് വോട്ടെടുപ്പ്. 14-നാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ബീഹാർ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന് തന്നെ മാതൃകയാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിന് ബീഹാറിൽ കളമൊരുങ്ങി. 243 അംഗ ബീഹാർ നിയമസഭയിലേക്ക് 2 ഘട്ടമായാണ് വോട്ടെടുപ്പ്. ഛത് പൂജ ആഘോഷങ്ങൾക്ക് ശേഷം നവംബർ 6-നും 11-നും 2 ഘട്ടമായാണ് വോട്ടെടുപ്പ്. 14-നാണ് വോട്ടെണ്ണൽ. बिहार के चुनाव 2 फेजेस में होंगे और डेट ऑफ पोल 6 नवंबर थर्सडे और दूसरा 11 नवंबर ट्यूसडे. काउंटिंग 14 नवंबर को होगी. 7.43 കോടി വോട്ടർമാരുള്ള ബീഹാറിൽ 90,712 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉണ്ടാകുക. എല്ലാ ബൂത്തുകളിലും 100% വെബ്കാസ്റ്റിംഗ്, ബൂത്തുകൾക്ക് പുറത്ത് മൊബൈൽ സമർപ്പിക്കാനുള്ള സൗകര്യമടക്കം പുതിയ പരിഷ്കാരങ്ങൾ ബീഹാർ തിരഞ്ഞെടുപ്പ് മുതൽ രാജ്യത്താകെ നടപ്പാക്കും. BJP, ജനതാദൾ യുണൈറ്റഡ്, ലോക് ജൻശക്തി പാർട്ടി, ഹിന്ദുസ്ഥാനി ആവാം മോർച്ച, രാഷ്ട്രീയ ലോക് മോർച്ച എന്നീ പാർട്ടികൾ ഉൾപ്പെട്ട NDA സഖ്യവും RJD, കോൺഗ്രസ്, ഇടതു പാർട്ടികൾ, വികാസ്ശീൽ ഇൻസാൻ പാർട്ടി, രാഷ്ട്രീയ ലോക് ജൻശക്തി പാർട്ടി എന്നിവരടങ്ങുന്ന മഹാസഖ്യവും തമ്മിലാണ് പ്രധാന മത്സരം. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടി മുഴുവൻ സീറ്റിലും മത്സരിക്കുന്നുണ്ട്. ബീഹാറിൽ ഇത്തവണ ഇഞ്ചോടിഞ്ച് മത്സരമെന്നാണ് പ്രവചനം. എന്നാൽ പതിവ് പോലെ ജാതി സമവാക്യങ്ങൾ വിധിയെഴുതുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുതിയ ഘടകങ്ങൾ ഉയർന്നു വരുമോ എന്നുള്ളതാകും നിർണായകം. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.